നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th പ്രിലിംസിൻ്റെ കൺഫർമേഷനെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ PSCയുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കേരള PSC അതിൻ്റെ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷകൾക്കുള്ള കൺഫർമേഷൻ കൊടുക്കാനായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നിങ്ങളുടെ മൊബൈലിലും മെയിൽ ID-യിലൊക്കെ PSCയുടേതായിട്ടുള്ള മെസ്സേജസ് വന്നിട്ടുണ്ട്. അതുകൂടാതെ ആർക്കെങ്കിലും അങ്ങനെ മെസ്സേജസ് വന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ PSCയുടെ 1 ടൈം പ്രൊഫൈലിൽ കയറി അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ PSCയുടെ കൺഫർമേഷൻ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് പ്രധാനമായിട്ടും ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി ഈ മാസം 11-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മളിന്നോട് പറയുന്നത്. സാധാരണ രീതിയിൽ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള തസ്തികകൾ 10th പ്രിലിമിനറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 157 തസ്തികകൾക്കായിട്ടാണ് ഈ 10th പ്രിലിമിനറി പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഇതിൽ ജില്ലാതലത്തിൽ പരീക്ഷകളാണെങ്കിൽ നമ്മൾ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷ അയക്കുന്നത് എങ്കിൽ ആ ജില്ലയും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലുള്ള ആ ജില്ലയും നമുക്ക് ഓപ്ഷനിൽ വരുന്നുണ്ട്. സംസ്ഥാനതല പരീക്ഷയ്ക്കാണ് നമ്മൾ അപേക്ഷിക്കുന്നത് എങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലുള്ള ജില്ല തന്നെയാണ് വരികയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കഴിവതും എല്ലാവരും തന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലുള്ള ജില്ല എല്ലാ പരീക്ഷകൾക്കും തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ മീഡിയം ഏതു ഭാഷയിലാണ് പരീക്ഷ എഴുതേണ്ടത് എന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ചോദ്യപേപ്പർ വേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഓപ്ഷൻ അതിലുണ്ടായിരിക്കും. മലയാളം, തമിഴ്, കന്നഡ എന്നീ ഭാഷകൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അത് കൂടുതൽ ആളുകളും മലയാളം തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. കാരണം മലയാളം നമ്മുടെ മാതൃഭാഷയാണ്. കൂടുതൽ ആളുകളും പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന ഭാഷയും മലയാളമാണ്. അപ്പോൾ ഇനി ആർക്കെങ്കിലും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് വളരെ അകലെയാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ താമസിക്കുന്നതിനേക്കാൾ ഒരുപാട് ദൂരെയാണ് നിങ്ങളുടെ നിലവിലുള്ള PSC പ്രൊഫൈലിലെ അഡ്രസ്സ് എങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള അതുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് കൊണ്ടുപോകാം എന്നുള്ളത് ഏറ്റവും നല്ലത് പാൻ കാർഡ് ഉണ്ടെങ്കിൽ അതിൽ അഡ്രസ്സ് കാണില്ല. പാൻ കാർഡ് നിങ്ങൾക്ക് തിരിച്ചറിയൽ രേഖയായി പരീക്ഷകൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഇത് ഏതാണ്ട് 157 തസ്തികകളിലേക്കായിട്ട് 58.65 ലക്ഷം, അതായത് 59 ലക്ഷത്തിനടുത്ത് അപേക്ഷകരാണ് 10th പ്രിലിമിനറിയുടെ 157 തസ്തികയ്ക്കുമായിട്ട് അപേക്ഷിച്ചിട്ടുള്ളത്. ഇതിൽ പരീക്ഷ എഴുതാൻ ഉള്ളവരുടെ എണ്ണം എന്ന് വെച്ചാൽ ഒരേ ആളുകൾ തന്നെ പല തസ്തികയ്ക്കും അയച്ചിട്ടുണ്ടാവും. അപ്പോൾ പരീക്ഷ എഴുതാനുള്ള ആളുകളുടെ എണ്ണം പൊതുവായി കണക്കാക്കുകയാണെങ്കിൽ ഏതാണ്ട് 20 ലക്ഷത്തോളം ആളുകൾ വരും. അപ്പോൾ PSC ചെയർമാൻ മുമ്പ് അറിയിച്ചിരുന്നു മെയ് മാസത്തിലാണ് പരീക്ഷ എന്നുള്ളത്. മിക്കവാറും പരീക്ഷ വരാൻ പോകുന്നത് മെയ് ജൂൺ മാസങ്ങളിലായിരിക്കും. ഒരു ദിവസം 1-2 ദിവസങ്ങൾ മെയ് മാസത്തിൽ വരും. ബാക്കിയുള്ളത് ജൂൺ മാസത്തിലാണ് വരാനുള്ള സാധ്യതയുള്ളത്. 4-5 ഘട്ടമായിട്ടാണ് പ്രിലിമിനറി പരീക്ഷ നടക്കുന്നത്. PSC പരീക്ഷകൾക്കുള്ള സമയം 15 മിനിറ്റായി ദീർഘിപ്പിച്ചു എന്നൊരു വാർത്ത ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. അത് സത്യവുമായിരുന്നു. പക്ഷേ പ്രിലിമിനറി പരീക്ഷകൾക്ക് ആ ഒരു ആനുകൂല്യം ലഭിക്കില്ല. പരീക്ഷാ സമയം 1.25 മണിക്കൂർ തന്നെയായിരിക്കും. ഇനി നമ്മളിത് അപേക്ഷ പൂരിപ്പിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ ചോദ്യപേപ്പർ മാധ്യമം മാറ്റി അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. തിരഞ്ഞെടുത്തതിൽ തെറ്റുപറ്റിയവർക്ക്, ചോദ്യപേപ്പറിൻ്റെ മാധ്യമം തിരഞ്ഞെടുത്തതിൽ തെറ്റുപറ്റിയവർക്ക് നിങ്ങളുടെ യൂസർ ID, മൊബൈൽ നമ്പർ, കാറ്റഗറി നമ്പർ, ആവശ്യമായ ചോദ്യപേപ്പർ മാധ്യമം എന്നിവ രേഖപ്പെടുത്തി PSCയുടെ ജോയിൻ്റ് പരീക്ഷാ കൺട്രോളർക്കോ ജില്ലാ ഓഫീസർമാർക്കോ മാർച്ച് 11 മുമ്പ് ഇമെയിൽ അല്ലെങ്കിൽ തപാൽ മുഖേന അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന മാധ്യമം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി പ്രധാനമായി ഏതൊക്കെ തസ്തികകളാണ് ഉൾപ്പെടുന്നത്, എത്ര ആളുകളുണ്ട് ഓരോ തസ്തികയ്ക്കുമെന്ന് നോക്കാം. ഒന്ന് ജൂനിയർ അസിസ്റ്റൻറ്റ് അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ 14/2021 ആണ്. 6,23,509 അപേക്ഷകരാണ് ഉള്ളത്.
2.3 ലക്ഷം അപേക്ഷകരാണ് ജൂനിയർ അസിസ്റ്റൻറ്റ് അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ തസ്തികയ്ക്ക് ഉള്ളത്. അടുത്തത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് റവന്യൂ വകുപ്പ് 368/2021. ഇത് ജില്ലാതല പരീക്ഷയാണ്. എല്ലാ ജില്ലകളുമായി ഏതാണ്ട് 10,20,972 പേരുണ്ട്. 10.2 ലക്ഷം ആളുകൾ പല ജില്ലകളിലായി പരീക്ഷ എഴുതുന്നുണ്ട്. അടുത്തത് ബിവറേജസ് കോർപ്പറേഷനിലേക്കുള്ള LD ക്ലർക്ക് 558/2021. അതിൻ്റെ അപേക്ഷകർ 9,30,758. അതിന് 9.3 ലക്ഷം ആളുകൾ അതിനുണ്ട്. അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ജയിൽ 600/2021 തസ്തികയ്ക്ക് 2.37 ലക്ഷം ആളുകളും ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ തസ്തികയ്ക്ക് 2.78 ലക്ഷം ആളുകളുമുണ്ട്. മറ്റു പ്രധാനപ്പെട്ട തസ്തികകൾ വർക്കർ അല്ലെങ്കിൽ പ്ലാന്റ് അറ്റൻഡർ ഗ്രേഡ് 3 കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ജനറൽ കാറ്റഗറിക്ക് 1.8 ലക്ഷം അപേക്ഷകരും റിസർവ് വാച്ചർ ഡിപ്പോ വാച്ചർ വനം വകുപ്പിലേക്ക് 408/2021 1.44 ലക്ഷം അപേക്ഷകരും പോലീസ് കോൺസ്റ്റബിൾ IRB റെഗുലർ വിഭാഗം 466/2021 തസ്തികയിലേക്ക് 2.57 ലക്ഷം അപേക്ഷകരും പ്യൂൺ അറ്റൻഡർ ജനറൽ വിഭാഗം കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ 473/2021 6.18 ലക്ഷം അപേക്ഷകരും പോലീസ് കോൺസ്റ്റബിൾ IRB റെഗുലർ വിഭാഗം 466/2021 2.5789. നേരത്തെ പറഞ്ഞിരുന്നു. ഇത്രയും അപേക്ഷകരാണ് പ്രധാനമായും ഉള്ളത്. ഇനി നമുക്ക് PSCയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ചെറിയ മാറ്റം, അത് നല്ലതാണെന്നൊന്നും പറയുന്നില്ല, ഒരു ചെറിയ മാറ്റം ഉണ്ടായത് എന്താണെന്ന് നോക്കാം. ഇത് കേരളമാണ്, മലയാള നാടാണ് എന്നൊക്കെ പറയാൻ കൊള്ളാം. നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ നമ്മൾ എല്ലാവരും പറയുന്ന കേരളീയ തനിമയുള്ള വേഷമൊക്കെ ഇട്ട് ആഘോഷിക്കാൻ മാത്രം കൊള്ളാവുന്ന ഒരു നാടായി മാറിയോ നമ്മുടെ നാട് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ +2 ഡിഗ്രി യോഗ്യതയായിട്ടുള്ള തസ്തികകൾക്ക് ഇംഗ്ലീഷിലായിരുന്നു പരീക്ഷാ മാധ്യമം ഉണ്ടായിരുന്നത്. 10ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷകൾക്ക് മലയാളത്തിലും. അങ്ങനെയാണ് ഒരു ദീർഘകാലം നടന്നിരുന്നത്. പിന്നെ മലയാളത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മലയാളം ഭരണഭാഷയാണ്, മലയാളത്തോടുള്ള സ്നേഹം, അങ്ങനെയൊക്കെ കുറച്ച് പേർ സമരം ചെയ്ത് അല്ലെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഒക്കെയാണ് ഡിഗ്രി പരീക്ഷകൾ മലയാളത്തിൽ നടത്താനുള്ള ഒരു ധാരണയാകുന്നത്. അപ്പോൾ അതോടനുബന്ധിച്ച് +2ൻ്റെ യോഗ്യതയുള്ള പരീക്ഷകളും മലയാളത്തിൽ നടത്താൻ തീരുമാനമായി. പക്ഷെ അപ്പോഴും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് കുഴപ്പമൊന്നും സംഭവിച്ചില്ല. ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും മറ്റ് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി തമിഴ് കന്നഡ മീഡിയങ്ങളിലൊക്കെ പരീക്ഷകൾ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. സാധാരണ രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അവനവരുടെ മാതൃഭാഷയിലാണ് പരീക്ഷ നടക്കുന്നതും മാതൃഭാഷ അറിയാത്ത ആളുകൾ ഗവൺമെൻറ് സർവീസിൽ കയറുകയില്ല എന്നുള്ള ഒരു സത്യസന്ധമായ വാർത്തയും ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പോൾ PSCയുടെ ഒരു പുതിയ കാൽവെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ 10ാം തരം യോഗ്യതയായിട്ടുള്ള പരീക്ഷകൾക്ക് മലയാള ഭാഷയിൽ മാത്രമേ നടത്തിയിരുന്നുള്ളൂ. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി തമിഴ് കന്നഡ ഭാഷകളും നടത്തിയിരുന്നു. എന്നാലും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഒരു ഭാഷയായി, ഒരു മീഡിയമായി തിരഞ്ഞെടുക്കപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ മലയാള ഭാഷ അറിയാത്ത ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ഇനി കേരളത്തിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. വളരെയധികം ഉയർന്ന കാഡറിൽ KSൻ്റെ പോലെയുള്ള തസ്തികകൾ അല്ലെങ്കിൽ ഡിഗ്രി യോഗ്യതയുള്ള ഉയർന്ന തസ്തികകളിലൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്നവർ ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല എന്ന് പറയാമെങ്കിലും ഏറ്റവും താഴേക്കിടയിലുള്ള പരീക്ഷകൾ പോലും മലയാളം അറിയാത്തവർ കയറിപ്പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഒരു പരിധി വരെ എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല, നമ്മുടെ നാടിൻ്റെ ഗതികേടാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇങ്ങനെ ജോലിക്ക് കയറുന്ന എല്ലാ ഉദ്യോഗസ്ഥരും കൂടുതലായും ഇടപഴകുന്നത് നമ്മുടെ സാധാരണക്കാരോടാണ്. അവിടെ അവർ ഉപയോഗിക്കേണ്ട ഭാഷ അല്ലെങ്കിൽ അതിൻ്റെ മീഡിയം എന്ന് പറയുന്നത് മലയാളം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ PSCയുടെ ഈയൊരു മാറ്റം, ഈയൊരു പരിഷ്കാരത്തെ ഒരിക്കലും നല്ല മനസ്സോടുകൂടി സ്വാഗതം ചെയ്യാൻ കഴിയില്ല. ഇംഗ്ലീഷ് മീഡിയം പഠിച്ച് മലയാളം കുറച്ച് അറിയുന്നവർക്ക് സർവീസിൽ കയറാം എന്നുള്ള ഒരു ഓപ്ഷൻ PSC തന്നെ നൽകുന്നത് ഒരിക്കലും നമ്മുടെ ഭാഷയ്ക്കോ അതിൻ്റെ വളർച്ചയ്ക്കോ
ഗുണകരമാകില്ല എന്നൊരു സത്യം കൂടി ഈ സാഹചര്യത്തിൽ ഓർമ്മിക്കപ്പെടേണ്ടതുണ്ട്. പിന്നെ PSCയുടെ ഭാഗത്തു നിന്നുള്ള 1-2 അലംഭാവങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം ചുരുക്കുകയാണ്. ഫെബ്രുവരി മാസത്തിൽ ഒരുവിധപ്പെട്ട റിസൾട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഡിഗ്രി പരീക്ഷയുടെ പ്രിലിംസിൻ്റെ റിസൾട്ടും ഡിഗ്രി മെയിൻ പരീക്ഷകളുടെ തീയതികളുമൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇതുവരെ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. പ്രധാനപ്പെട്ട തസ്തികകളുടെ ഒന്നും റിസൾട്ട് വന്നിട്ടുമില്ല. അതുമാത്രമല്ല 10th പ്രിലിംസ് അടുത്ത് വിളിച്ചിരിക്കുന്നു. കഴിഞ്ഞ 10th പ്രിലിംസ് വിളിച്ചിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളം, പരീക്ഷ നടന്നിട്ട് ഒരു വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയായിട്ടും 10th മെയിൻ പരീക്ഷകളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ PSCക്ക് കഴിഞ്ഞിട്ടില്ല. കോവിഡിനെ കുറിച്ചൊക്കെ പറയാം, 2ാം തരംഗമുണ്ടായിരുന്നു, 3ാം തരംഗമുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. എങ്കിൽ പോലും ഒരിക്കലും കൃത്യസമയത്തിനുള്ളിൽ നടത്താൻ PSCക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ 2 തരംഗത്തിൻ്റെയും ഭാഗമായി പരമാവധി ഓരോ മാസത്തോളം, ഒരു മാസമില്ല തികച്ച്, ഓരോ മാസം വീതം PSC ഓഫീസുകൾ അടച്ചിട്ടിരുന്നു എന്ന് തന്നെ കൂട്ടിയാൽ പോലും ഏതാണ്ട് 9-10 മാസത്തിന് മേലെയുള്ള ദീർഘമായ കാലാവധി ഇപ്പോൾ ആയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ പ്രിലിംസ് മെയിൻ പരീക്ഷകൾ നടത്തി വളരെ പെട്ടെന്ന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നുള്ളത് ഒരു പാഴ്വാക്കായി മാറിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ പരീക്ഷ എഴുതാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു തസ്തികയായിരുന്നു യൂണിവേഴ്സിറ്റി LGS എന്നുള്ളത്. അതിൽ ചില യോഗ്യതകളുടെ കാര്യത്തിലുള്ള ആശയക്കുഴപ്പമായിരുന്നു ഒരുപാട് കാലം ഈ തസ്തിക വിളിക്കുന്നതിൽ നിന്നും പിന്നോട്ട് വച്ചിരുന്നത്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ ഇതുവരെ അതിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരലോ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ തസ്തികയിലേക്ക് ഇതുവരെ അപേക്ഷ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ ഉണ്ടായിരുന്ന ഒരു വ്യത്യസ്തമായ അഭിപ്രായം എന്ന് പറയുന്നത് മലയാളം എഴുതാനും വായിക്കാനും അറിയണം എന്നുള്ളതും 7ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതും തമ്മിൽ വളരെ വൈരുദ്ധ്യമുണ്ട് എന്നാണ് PSCയൊക്കെ അറിയിച്ചിരുന്നത്. ഇനി ഇത് എല്ലാം തന്നെ കണക്കൂട്ടിയാലും മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കോ 7ാം ക്ലാസ് പരീക്ഷ പാസ്സാവാത്ത ഒരാൾക്കോ ഇപ്പോഴത്തെ PSCയുടെ പുതിയ ശൈലിയിൽ പരീക്ഷ എഴുതി ജോലിക്ക് നേടാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ ഇത്തരം സാങ്കേതികതകളുടെ പേര് പറഞ്ഞ് ഇതിലൊക്കെ നോട്ടിഫിക്കേഷൻ വൈകുന്നത് വ്യക്തമായ ഒരു കാരണമില്ലാത്ത അല്ലെങ്കിൽ തെറ്റായ ചെയ്തിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. PSC ഉടൻ തന്നെ അതിലേക്ക് അപേക്ഷ ക്ഷണിക്കുമെന്നും മറ്റ് വിജ്ഞാപനങ്ങളൊക്കെ ഉടൻ തന്നെ വരുമെന്നും പരീക്ഷകളുടെ റിസൾട്ടുകളൊക്കെ ഉടൻ തന്നെ വരുമെന്നും എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.